അവസാന നിമിഷമാണ് എമ്പുരാനിൽ നിന്ന് വമ്പൻ നിർമ്മാണ കമ്പനിയായ ലൈക്ക പിന്മാറിയത്. അതോടെ ഇനി എന്തെന്നറിയാതെ കുഴങ്ങി നിൽക്കുകയായിരുന്നു ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും. മോഹൻലാലിനെ കൊണ്ട് ഗോകുലം ഗോപാലിനെ നേരിട്ട് വിളിപ്പിച്ചതാണ് വഴിത്തിരിവായത്. ഗോകുലം സമ്മതിച്ചു. അങ്ങനെയാണ് എമ്പുരാൻ ആഘോഷത്തോടെ പുറത്തിറങ്ങിയത്. എന്നാൽ ലൈക്ക എന്തുകൊണ്ട് പിന്മാറിയെന്ന കാരണം ആരും തന്നെ പറഞ്ഞിരുന്നില്ല. പല അഭ്യൂഹങ്ങളാണ് പ്രചരിച്ചത്. ലൈക്ക നിർമ്മിച്ച അജിത് ചിത്രം വിടാമുയർച്ചി വമ്പൻ പരാജയമായതാണ് പിന്മാറാൻ കാരണമെന്നും കേട്ടു. എന്നാൽ ചിത്രം വിവാദമാകുമെന്നും അതുവഴി കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നോട്ടപ്പുള്ളികളായി തങ്ങൾ മാറുമെന്നും മനസ്സിലാക്കിയതാണ് ലൈക്ക പ്രൊഡക്ഷൻസ് കളം വിടാൻ കാരണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടീസർ പോലും പുറത്തു വന്നതിന് ശേഷം ആന്റണിയുടെ ആശീർവാദിനെ ഒറ്റയ്ക്കാക്കി സ്ഥലം വിട്ടത് ലൈക്കയുടെ കുശാഗ്ര ബുദ്ധി തന്നെ. വിദേശത്ത് കള്ളപ്പണ കേസുകൾ നേരിടുകയാണ് ലൈക്ക ഉടമ സുഭാസ്കരൻ. ഇന്ത്യ ഗവൺമെൻറ്റിനെ കൂടി പിണക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് സുഭാസ്കരന് തീർച്ചയുണ്ട്. ഈ തിരിച്ചറിവിലായിരുന്നു എമ്പുരാനിൽ നിന്നുള്ള പിന്മാറ്റം. അതോടെ വെട്ടിലായത് പാവം ഗോകുലം ഗോപാലനും. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും കടന്നാക്രമിക്കുന്ന എമ്പുരാൻ പണിയാകുമെന്ന് കരുതാനുള്ള ബുദ്ധിയൊന്നും പാവം ഗോകുലത്തിന് ഉണ്ടായില്ല. സിനിമയുടെ അണിയറക്കാർ മോഹൻലാൽ എന്ന തുറുപ്പ് ചീട്ട് ഇറക്കിയതോടെ ഗോകുലം ഗോപാലൻ മുൻപിൻ നോക്കാതെ എടുത്തു ചാടുകയായിരുന്നു. സിനിമ ഇറങ്ങി 24 മണിക്കൂറിനുള്ളിൽ തന്നെ സംഘപരിവാർ ദേശീയ തലത്തിൽ തന്നെ വിവാദം ആളിക്കത്തിച്ചു. എമ്പുരാൻ പക്ക ഇന്ത്യ വിരുദ്ധ സിനിമയെന്നായിരുന്നു പ്രചാരണം. IT റെയ്ഡും നികുതി വെട്ടിപ്പ് കേസും മുമ്പ് നേരിട്ടിട്ടുള്ള ബിസിനസ്സുകാരൻ കൂടിയായ ഗോകുലം ഗോപാലിന് ഇതോടെയാണ് കാര്യങ്ങൾ പന്തിയല്ലെന്ന് മനസ്സിലായത്. ഈ ഘട്ടത്തിലാണ് മോഹൻലാലിൻ്റെ പിന്തുണയും ഗോപാലിന് കിട്ടിയത്. എമ്പുരാൻ്റെ പ്രിവ്യൂ ലാൽ കണ്ടിരുന്നില്ല. ഫസ്റ്റ് ഷോ കാണാനെത്തിയപ്പോഴാണ് സിനിമയിലെ വിവാദ ഭാഗങ്ങൾ മോഹൻലാൽ തിരിച്ചറിഞ്ഞത്. തിയേറ്റർ വിട്ട് പുറത്തിറങ്ങിയ ലാലിൻ്റെ മുഖത്ത് അനിഷ്ടം പ്രകടമായിരുന്നു. ലാൽ വിഷമത്തിലാണെന്ന് മേജർ രവി വെളിപ്പെടുത്തിയതും അതുകൊണ്ടാണ്. ലാലിൻ്റെ പിന്തുണയിലാണ് നിർമ്മാതാവ് കൂടിയായ ഗോകുലം സിനിമയിൽ നിന്ന് 17 ഭാഗങ്ങൾ കൂടി വെട്ടി ദൂരെ എറിയാൻ തീരുമാനിച്ചത്. ലാലിൻ്റെയും ഗോകുലത്തിൻ്റെയും തീരുമാനത്തിന് മുട്ടുമടക്കാനേ സംവിധായകൻ പൃഥ്വിരാജിനും തിരക്കഥാകൃത്ത് മുരളി ഗോപിക്കും നിർവാഹമുണ്ടായിരുന്നുള്ളൂ. രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് എന്നും മാറി നടക്കുന്ന പ്രകൃതമാണ് മോഹൻലാലിന്. മോദിയുടെ അയോധ്യ ക്ഷണം നിരസിച്ചത് തന്നെ അതുകൊണ്ടാണ്. എന്നാൽ എമ്പുരാൻ വിവാദം ലാലിൻ്റെ പ്രതിച്ഛായയ്ക്ക് തിരിച്ചടിയായെന്നാണ് ലാൽ ആരാധകരുടെ വിലയിരുത്തൽ. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.